ബേപ്പൂർ തീരത്തിന് സമീപം തീപിടിച്ച കപ്പലിനെ നീക്കുന്ന ദൗത്യം പുരോഗമിക്കുകയാണ്. കൊച്ചി തീരത്ത് നിന്നും 50 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ നീക്കി. നാവികസേന ടഗുകളായ ഓഫ്ഷോർ വാട്ടർ ലില്ലി, ട്രൈറ്റൺ ലിബർട്ടി എന്നീ ടഗുകളാണ് കപ്പലിനെ കെട്ടിവലിക്കുന്നത്. കപ്പലിൽ തീ നിയന്ത്രണ വിധേയം ആണെങ്കിലും ശക്തമായ പുക ഉയരുന്നുണ്ട്. സഹിൻ ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. സഹിൻ, ഈ പുക ഉയരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്? തീരത്ത് നിന്നും കപ്പലിനെ കെട്ടിവലിക്കുന്ന നടപടികൾ ഏതുവരെ എത്തി? ലക്ഷ്മി, കൊച്ചി തീരത്തിന് ആശ്വാസമാണ്. കാരണം നേരത്തെ ഈ കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പൽ കൊച്ചി തീരത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ഈ ഘട്ടത്തിലായിരുന്നു നാവികസേന തന്നെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്ത് കപ്പലിനെ കെട്ടിവലിക്കുന്ന പ്രവൃത്തി ശക്തമാക്കിയത്. ഇതോടുകൂടി ഇപ്പോൾ കൊച്ചി തീരത്തിന് ആശ്വസിക്കാം. കാരണം 50 നോട്ടിക്കൽ മൈൽ അകലയിലേക്ക് ഈ കപ്പലിനെ കെട്ടിവലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ നാവികസേനയുടെ തന്നെ ടഗുകളായിട്ടുള്ള ഓഫ്ഷോർ വാട്ടർ ലില്ലി, ട്രൈറ്റൺ ലിബർട്ടി, ഈ ടഗുകളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ കപ്പലിനെ കെട്ടിവലിച്ചുകൊണ്ടിരിക്കുന്നത്. 50 നോട്ടിക്കൽ മൈൽ ഉള്ളിലേക്ക്, കൊച്ചി തീരത്തു നിന്നും ഉള്ളിലേക്ക് ഈ ചരക്ക് കപ്പലിനെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ ടഗുകൾക്ക് സഹായം നൽകുന്നതിന് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലായിട്ടുള്ള സാക്ഷാം ഉണ്ട്. കൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ വിക്രം, സമർദ്ദ, ശാരദ എന്നീ കപ്പലുകളും ഇതിനോടൊപ്പം തന്നെ, ഈ ടഗുകളോടൊപ്പം തന്നെ ഉണ്ട്. കാരണം ഈ ടഗുകൾക്ക് ആവശ്യമായ ഫ്യൂവൽ എല്ലാം നൽകുന്നതിന് ഈ കപ്പലുകൾ ഇതിനെ പിന്തുടരേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, കപ്പലിന്റെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പുക ഇങ്ങനെ ഉയരുന്നത് എന്നുള്ള ഒരു കാര്യം കൃത്യമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാവികരെ അടക്കം ഈ കപ്പലിലേക്ക് ഇറക്കാൻ കഴിഞ്ഞു, അത് വലിയ നേട്ടം തന്നെയാണ്. മാത്രമല്ല, കപ്പൽ പൂർണ്ണമായും നിയന്ത്രണത്തിലേക്ക് എത്തിക്കാൻ നാവികസേനയ്ക്കും തീരസംരക്ഷണ സേനയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ കപ്പൽ പൂർണ്ണമായും കത്തി അമരും എന്നത് കമ്പനി പോലും വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ കമ്പനിയുടെ പ്രവൃത്തി പോലും ആ ഘട്ടത്തിലായിരുന്നു. എന്നാൽ നാവികസേനയും തീരസംരക്ഷണ സേനയും ധീരമായി ഇതിനെ കപ്പലിനെ കെട്ടിവലിക്കുന്ന പ്രവൃത്തി ഏറ്റെടുക്കുകയും കപ്പലിനെ തീയണക്കുന്ന പ്രവൃത്തി ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.